ഹലോ അസ്സലാമു നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലമൈലാഞ്ചി എങ്ങനെ അരച്ചിട്ടാലാണ് നന്നായിട്ട് കയ്യിൽ ചുവക്കുക എന്നുള്ളൊരു ടിപ്പായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം വെച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് തേയിലയാണ് വേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ തേയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈലാഞ്ചി ഇലയാണ്. അത് നന്നായിട്ട് ചുവക്കുന്ന ഇല വേണം നമ്മൾ എടുക്കാനായിട്ട്. ചില മൈലാഞ്ചി ഇല ശരിക്കും ചുവക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചുവക്കുന്ന ഇലയാണ്. അപ്പോൾ ഈ ഒരു ഇലയും കൂടി ഞാൻ ഒരു ബൗളിൽ 1/4 ബൗൾ ഇല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു മൈലാഞ്ചിയുടെ എല്ലാ സത്തും നമ്മൾക്ക് ഇതിലേക്ക് ഇറങ്ങി വരണം. ഗ്രാമ്പും അതേപോലെ തേയിലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് മൈലാഞ്ചിയിലേക്ക് എത്രയാണ് കൂട്ടേൻ്റെ ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം നമ്മൾ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കണ്ടില്ല, ഇതേപോലെ നന്നായിട്ട് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ മൈലാഞ്ചി പൊടി നഖത്തിലും കയ്യിലൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് നോക്കുക. ഇത് നല്ല അടിപൊളിയായിട്ട് ചുവക്കുന്നൊരു ടിപ്പാണ്. അപ്പോൾ നമ്മളെപ്പോഴും മൈലാഞ്ചി എടുക്കുമ്പോൾ നന്നായിട്ട് ചുവക്കുന്ന മൈലാഞ്ചി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ മൈലാഞ്ചി നിങ്ങൾ കയ്യിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമ്മളുടെ കയ്യിൽ ആ ചുവപ്പ് നിൽക്കും. അതേപോലെ നല്ല കട്ട ചുവപ്പായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് നമ്മളുടെ ആ ഒരു തേയില വെള്ളം നന്നായിട്ട് റെഡിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു മൈലാഞ്ചിലേക്ക് കൂട്ടി കൊടുക്കാനുള്ളൊരു ക്വാണ്ടിറ്റി മാത്രമേ ഇതിലുള്ളൂ. നന്നായിട്ട് ചുവന്ന് ഇതിൻ്റെ ആ ഒരു സത്തൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലെ മൈലാഞ്ചി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കവറിലാക്കി വെച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് അധികമായിട്ടും ഉപയോഗിക്കുക. നമ്മൾക്ക് എപ്പോൾ വിചാരിക്കുന്ന ടൈമിലൊന്നും മൈലാഞ്ചി കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ചധികമായിട്ട് എടുത്ത് ഇതേപോലെ വെക്കും. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു തുള്ളി പോലും നമുക്ക് കളയണ്ട. ഇത് നമ്മൾക്ക് മുടിയിലിട്ട് കൊടുക്കാനും നല്ല ബെനിഫിറ്റാണ്. നന്നായിട്ട് നമ്മളുടെ മുടി ചുവന്ന് കിട്ടും. അപ്പോൾ ഇതേ ഫൈനായിട്ട് ഞാൻ നമ്മളുടെ മൈലാഞ്ചി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുക്കുക നന്നായിട്ട് ഫൈനായിട്ട്. ഇത് നമുക്ക് ട്യൂബിലാക്കിയിട്ടും കയ്യിലിടാൻ പറ്റും. നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചുവക്കുകയും ചെയ്യും. കുറേ നാൾ നമ്മൾക്കത് നിൽക്കുകയും ചെയ്യും. ഈ ഒരു മൈലാഞ്ചി ഇതുപോലെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മളൊരു ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അധികം ചൂടാറേണ്ട ആവശ്യമില്ല. നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു ചൂടോട് കൂടി തന്നെ. ഇതേപോലെ ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 1 മണിക്കൂറോളം ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളവും ബാക്കി നമുക്ക് പോരായ്ക വരണമെങ്കിൽ നമുക്കിതും ഒഴിച്ച് കൊടുക്കാം. അതും നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മളെ മൈലാഞ്ചി 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നഖത്തിലോ കയ്യിലോ നമുക്ക് എവിടെയാണ് മൈലാഞ്ചി അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടിയിലോ എവിടെ വേണമെങ്കിലും നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ നഖത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്ക് കയ്യുടെ അടിയിലിടുന്നത് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ നഖത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കട്ടിയായിട്ടല്ല, ഒരുപാട് കട്ടിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട് ഞാനിത് ഇട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ നന്നായിട്ടത് ചുവന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ഊരി നോക്കാം. ഒരു 2 മണിക്കൂറായപ്പോൾ തന്നെ നമ്മളുടെ കൈയൊക്കെ ഇതേപോലെ നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് പ്രത്യേകമായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടുമ്പോൾ നമ്മൾ രാത്രി ഇട്ട് കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളുടെ നഖവും കൈയൊക്കെ നന്നായിട്ട് ചുവക്കും. അത് നമ്മൾ ഒരു കവറ് കൈമേലിട്ട് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ബെഡിലും അതേപോലെ നമ്മളുടെ പുതപ്പിലൊന്നും ആവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഇലമൈലാഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ രാത്രിയായിട്ട് ഒരു നൈറ്റ് നമ്മളതിൽ കയ്യിലിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമ്മളുടെ മൈലാഞ്ചി നന്നായിട്ട് ചുവക്കുള്ളൂ. ഇതൊരു 2 മണിക്കൂർ ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് ഈ മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ അതേ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് നമ്മളുടെ മൈലാഞ്ചി ചുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കൈ കൊണ്ട് തൊട്ടപ്പോൾ തന്നെ ഇതേപോലെ നമ്മളുടെ മൈലാഞ്ചി ചുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല മൈലാഞ്ചി നോക്കി എടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ ടൈം കഴിയും തോറും നമ്മളുടെ മൈലാഞ്ചി നന്നായിട്ട് കറുത്ത് വരും. നല്ല കട്ട ചുവപ്പായിട്ട് വരും. ഇപ്പം ഞാനിത് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഇപ്പം ഇതേപോലെ നമ്മളുടെ കൈ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നാളേക്ക് ഒന്നുകൂടെ നമ്മളുടെ കൈ നല്ല കറുത്ത കളറായിട്ട് വരും.
അപ്പോൾ ഇതേപോലെ നമ്മൾ മൈലാഞ്ചി ഇട്ട് നോക്കാത്തവർ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മളുടെ ആ ഒരു വെള്ളം കൊണ്ട് ഇട്ട് നോക്കാം. ഇത് പിറ്റേ ദിവസം അതിൻ്റെയും പിറ്റേ ദിവസം എടുത്തതിന് അപ്പോഴത്തേക്കും ഇതേപോലെ നല്ല കട്ട ചുവപ്പായിട്ടുണ്ട്, നല്ല കറുത്ത കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ മൈലാഞ്ചി നല്ലതായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കവറിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം എടുത്ത് വെക്കാം. അതേപോലെ തണലത്ത് വെച്ചിട്ട് വേണം നമ്മൾ മൈലാഞ്ചി എപ്പോഴും ഉണക്കിയെടുക്കാൻ. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.